നമ്മൾ നാട്ടിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. ഈ ഒരു ഡേയുടെ മാത്രമല്ല കേട്ടോ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരുന്നത്. ഇതിന് ശേഷമുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ബിസി ആയിരുന്നേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറം ഇരിക്കുന്ന സാധനത്തിന് പിക്ക് ചെയ്യാൻ പോയിട്ട് വരികയാണ്. ഇതിപ്പോൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ നാത്തൂരാണേ. അപ്പോൾ അഞ്ചു എന്നാണ് കേട്ടോ പേര്. ആൾ എറണാകുളത്ത് നിന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആളെ പിക്ക് ചെയ്യണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വൈബ് പിടിച്ച് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എത്തിയത് നമ്മുടെ കുട്ടുംവാതിക്കൽ കടവ് പാലമാണ് കേട്ടോ. നമ്മുടെ വീടിനോട് കുറച്ച് ചേർന്നാണ് കേട്ടോ, അധികം അടുത്തൊന്നും അല്ല, എന്നാൽ വലിയ ദൂരമില്ല. അപ്പോൾ നമ്മൾ അവിടേട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. മഴയത്ത് ഈ ലൈറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പാലം നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ 2-3 ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളത് ദാണ്ട് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ പക്രൂൻ്റെ തട്ടുകടയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ ബാറ്റ്സും ചിക്കനും പിന്നെ അതുപോലെ നമ്മുടെ ബീഫ് അതുപോലെ തന്നെ കല്ലുമ്മയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണവയൊക്കെ പിന്നെ പറയേ വേണ്ട. അപ്പോൾ കണവയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയത് ചീനിയും ബീഫും, ഏട്ടൻ വാങ്ങിയത് എന്താണ് ചിക്കൻ പാർട്സ് ആയിരുന്നു കേട്ടോ. അഞ്ചു വാങ്ങിയത് കല്ലുമ്മയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ പറയുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് വാങ്ങിയെങ്കിലും കഴിച്ചപ്പോൾ കൈകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു അവിയൽ പരുവത്തി എല്ലാം കൂടി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് ഇവിടുത്തെ ഈ മസാലയൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റൊക്കെ തോന്നുമെങ്കിലും സംഭവം ഭയങ്കര സെറ്റാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അതായത് ഈ കപ്പയായിട്ട് ഇതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ അരിപ്പത്തിരിയും ചപ്പാത്തി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കപ്പയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കോമ്പോ പിടിക്കാറുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വയറും മനസ്സും ഒക്കെ ഒരുപോലെ നിറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള പാർസലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.